ഹായ്, എന്റെ ഈ ഒരു കൊച്ചു ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷമുള്ള ആഫ്റ്റർ കെയറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമുക്കെങ്കിൽ വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ആഫ്റ്റർ കെയറിനെ കുറിച്ചിട്ടാണ്. അതായത് സ്മൂത്തനിങ്, കെരാറ്റിൻ, ബോട്ടോക്സ് പോലുള്ള എന്തെങ്കിലും ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനുശേഷം നമ്മളെ ഹെയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെയർ ലോസ്, ഹെയർ തിക്നെസ് കുറയുന്ന പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് വരും. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആഫ്റ്റർ കെയർ എസെൻഷ്യൽസ് പ്രൊഡക്ട്സ്, അതും അഫോർഡബിൾ റേറ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു 4 സീരീസ് ആയിട്ട് ഉണ്ടാവും. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യമായിരിക്കും പറയുന്നത്. തുടർന്ന് വരുന്ന വീഡിയോസും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അതായത് ഇനി ബോട്ടോക്സോ അല്ലെങ്കിൽ സ്മൂത്തനിങ്, കെരാറ്റിൻ ചെയ്യാൻ പോകുന്നവരായിക്കോട്ടെ, ഓൾറെഡി ചെയ്തവരായിക്കോട്ടെ, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു 3 to 4 ഡേയ്സ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയാൻ പോകുന്നത്. 3 to 4 ഡേയ്സ് നമ്മൾ ഹെയർ വാഷ് ചെയ്തുകൂടാ. നമ്മളെ ഹെയറിൽ വെള്ളം തട്ടാതെ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. അത് നോർമലി എല്ലാ ബ്യൂട്ടി പാർലറിലുള്ളവരല്ലേ, സലൂണിലുള്ളവരും നമ്മൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അതെന്തായാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. 3 to 4 ഡേയ്സ് നമ്മളുടെ ഹെഡ് അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്തുകൂടാ. സെക്കൻഡ് പറയുന്നത്, നമ്മൾ മുടി കെട്ടിവെക്കാനായിട്ട് പാടില്ല. നമ്മൾ ബാൻഡ് യൂസ് ചെയ്ത് കെട്ടിവെച്ചുകൂടാ. ഇതുപോലെ ഇയറിന്റെ ബാക്കിലോട്ട് ഹെയർ എടുത്ത് വെക്കാൻ പാടില്ല. ക്ലിപ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒന്നും വെച്ചിട്ട് നമ്മുടെ ഹെയർ ടൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഹെയർ ഫ്രീ ആയിട്ട് വിടുക. അത് ഇങ്ങനെ കൂടി വെക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഹെയർ വിട്ടേക്കുക. അതുപോലെ നമ്മൾ കിടക്കുമ്പോഴാണെങ്കിലും മാക്സിമം ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനായിട്ട് നോക്കുക. നമ്മൾ എന്താ പറയാ, നമ്മൾ ബെഡിന്റെ തലയണ പില്ലോ വെച്ചിട്ട് നമ്മുടെ ഹെയർ ബാക്കിലോട്ട് ഇങ്ങനെ വെള്ളം എടുത്തിട്ടിട്ട് കിടക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. അതല്ലെങ്കിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 സൈഡിലോട്ട് ഹെയർ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ കിടന്നു. അപ്പൊ ഹെയർ എന്റെ ഫ്രണ്ടിൽ കിടക്കും. എനിക്ക് ഹെഡ് വെച്ച് കിടക്കാനും വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അത് തന്നെ എനിക്കിങ്ങനെ എന്താ പറയാ, മുടി ഇങ്ങനെ വളഞ്ഞു പോകുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ അത് നിങ്ങൾ മാക്സിമം നോക്കുക. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഹെയർ വാഷ് ചെയ്തുകൂടാ. സെക്കൻഡ്, നമ്മുടെ ഹെയർ ടൈ ചെയ്ത് വെക്കാൻ, കെട്ടി വെക്കാനൊന്നും പാടില്ല. നെക്സ്റ്റ് എന്ന് പറയാനുള്ളത്, ഇത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ ഹെയർ അല്ലെങ്കിൽ നമ്മൾ വിയർക്കാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിയർക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ മാക്സിമം ഈ ഒരു 3 to 4 ഡേയ്സ് മാക്സിമം നമ്മൾ വിയർക്കുന്ന കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ കാരണം വിയർക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്വെറ്റ് വന്നിട്ട് വെള്ളം പോലെയാണല്ലോ. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രീം ഒക്കെ അപ്ലൈ ചെയ്തതിന്റെ എഫക്റ്റ് ഒക്കെ പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പറയണത്, നമ്മൾ സ്വെറ്റ് ചെയ്യാതെ നോക്കുക ഒരു 3 to 4 ഡേയ്സ്. ഞാൻ എത്ര ടിപ്പ് പറഞ്ഞു? ഇപ്പൊ 3 ടിപ്പ്. ഈ 3 ടിപ്പും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ ആ ഒരു ചെയ്തതിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറയും. കാരണം എന്താ വെച്ചാൽ, ഹെയർ വാഷ് അല്ലെങ്കിൽ വെള്ളം തട്ടുക, ആ ഒരു ക്രീം 3 to 4 ഡേയ്സ് നമ്മൾ ഹെയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു 3 to 4 ഡേയ്സ് ഹെയർ വാഷ് ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പം ഹെയർ വാഷ് ഹെയറിൽ എന്തെങ്കിലും കെട്ടി വെക്കുന്ന കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. സെറ്റ് ആവാതെ നോക്കുക. ഇത്രയാണ് മെയിൻ ആയിട്ട് 3 ഡേയ്സിന് നമുക്ക് എന്താ പറയാ കെയർ ചെയ്യേണ്ടത് ഹെയറിനെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു 3 to 4 ഡേയ്സിന് ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. അപ്പൊ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ഷാംപൂ ആൻഡ് കണ്ടീഷണർ. അതും നമുക്ക് സൾഫേറ്റ് ഫ്രീയും അല്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീയും പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. പക്ഷെങ്കിൽ അതല്ല, അതിനും കുറച്ചും കൂടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ലോറിയലിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പം അത് ഏതാണ്, നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ചോളുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സൾഫേറ്റ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് വെച്ചിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുക. പിന്നെ കണ്ടീഷണർ, ഷാംപൂ ഒക്കെ കുറച്ച് നമ്മൾ നോർമലി വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈമിനേക്കാളും കുറച്ചും കൂടെ നേരം വെച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫസ്റ്റ് വാഷിൽ. ഓക്കെ,
നിങ്ങൾക്ക് ലോറിയലിന്റെ വാങ്ങിക്കാൻ അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ലോറിയലിന്റെ എക്സ്റ്റെൻസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാമ്പൂ ഉണ്ട്. അതിന്റെ തന്നെ കണ്ടീഷണർ വാങ്ങിക്കുക. അതിന്റെ മാസ്കും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ മാസ്ക് യൂസ് ചെയ്യാം. കാരണം നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത് നിങ്ങൾ വീക്ക്ലി ഒരു 1 ടൈം എങ്കിലും നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം വെച്ചാൽ നമ്മുടെ ഹെയർ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് നല്ല രീതിക്ക് എന്താ പറയുക, അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് കൂടുതൽ നമ്മൾ നോർമലി നമ്മുടെ നാച്ചുറൽ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും എഫേർട്ട് ഇട്ട് വേണം നമ്മൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ആക്കി വെക്കാനായിട്ട് നമ്മൾ മാക്സിമം നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീക്ക്ലി അല്ലെങ്കിൽ ഒരു 2 വീക്കിൽ 2 തവണയെങ്കിലും നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇനി മാസ്ക് ഒന്നും നിങ്ങൾക്ക് വാങ്ങിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മാസ്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു DIY മാസ്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു ബൗളിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ എടുക്കുക, വെളിച്ചെണ്ണ എടുക്കുക, അതുപോലെ ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് അലോവേര ജെൽ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഓഫ് ഹണി കൂടെ എടുത്തിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളയുക നോർമൽ വെള്ളത്തിൽ. പിന്നെ നിങ്ങൾ ഇനി മുതൽ നമ്മൾ കുളിക്കുമ്പം മാക്സിമം നിങ്ങൾ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കാനായിട്ട് നോക്കുക. പച്ച വെള്ളത്തിൽ കുളിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ ഒരിക്കലും പോയിട്ട് ചൂടുവെള്ളത്തിൽ തണുപ്പാന്ന് പറഞ്ഞ് മടിയാന്ന് പറഞ്ഞ് കുളിക്കാനായിട്ട് നിൽക്കരുത്. അത് നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കാനും എന്താ പറയാ ഹെയർ ഒരുപാട് കൊഴിഞ്ഞു പോവാനായിട്ടും ചാൻസ് കൂടുതലാണ്. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ചെയ്തിട്ടും ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ പച്ചവെള്ളത്തിൽ മാക്സിമം കുളിക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിച്ചോളൂ. വളരെ എന്താ പറയാ ഒരുപാട് ചൂടാവാണ്ട് ഒരു ചെറിയൊരു തണുപ്പ്, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു തണുപ്പുണ്ടാവുമല്ലോ, ആ ഒരു തണുപ്പില് നിങ്ങൾ കുളിക്കുക. ചൂടുവെള്ളമാണെങ്കിൽ കൂടി ഒരുപാട് ചൂടാക്കാണ്ട്. പിന്നെ ലാസ്റ്റ് നിങ്ങൾ നോർമൽ പച്ചവെള്ളത്തിൽ തല ജസ്റ്റ് ഒന്ന് കഴുകി പെട്ടെന്ന് തോർത്തിയെടുത്താൽ മതി. അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഹെയറിന് ഒരുപാട് ഡാമേജ് സംഭവിക്കാനും ഒരുപാട് മുടി കൊഴിഞ്ഞു പോവാനും ഹെയർ ലോസ് സംഭവിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക. പിന്നെ നമുക്ക് മാസ്കിലോട്ട് വരാം. ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 50 to 20 മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം. അപ്പൊ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് മാസ്ക് വരെ പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഹെയർ ഓൾറെഡി നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി കൂടുതൽ അതിനെ ഹീറ്റ് ചെയ്യാനോ കേൾ ചെയ്യാനോ ഒന്നും ഇരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ ഹെയറിനെ അത് ഡാമേജ് വരുത്തും. സോ നമ്മൾ ഇനി ഹീറ്റ് ഒന്നും കൊടുക്കാണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും ഇപ്പൊ ഫങ്ഷൻസോ അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എപ്പോഴും ഹെയർ ഹീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഹീറ്റിന്റെ അളവ് കുറച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അത് കുറച്ച് നമ്മുടെ ഡാമേജ് ആക്കുമ്പോൾ നമ്മൾ അത്രയും കുറച്ചില്ലേ നമ്മുടെ ഹെയർ ഡാമേജ് ആവുന്നുള്ളൂ എന്നെങ്കിലും നമുക്ക് സമാധാനിക്കാമല്ലോ. മാക്സിമം നിങ്ങൾ ഹീറ്റ് കൊടുക്കാതിരിക്കുക തന്നെ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം നമ്മുടെ ഹെയറിനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് ഹീറ്റ് കൊടുത്ത് നമ്മുടെ ഹെയർ പിന്നെ സ്ട്രെയിറ്റ് ആക്കേണ്ട ഒന്നും വരില്ല. സോ നമ്മൾ ഹീറ്റ് കൊടുക്കാതിരിക്കുക. മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക ഹീറ്റ്. നെക്സ്റ്റ് വരുന്നത് നമ്മളെ സൺ പ്രൊട്ടക്ഷൻ. അതും കൂടി നോക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ വെയിൽ കൊള്ളാണ്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വെയിൽ ഡയറക്റ്റ് നമ്മളെ ഹെയറിലോട്ട് എത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മാക്സിമം വെയിലത്ത് ഇറങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫേസിനെ നമ്മുടെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ ഈ സൺസ്ക്രീൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട്. അതുപോലെ മാക്സിമം നിങ്ങൾ എന്താ പറയാ സെറം യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന സെറം ഞാൻ കാണിച്ചുതരാം. ഇത് നോർമലി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു സെറമാണ്. ഞാൻ ഈ ഒരു സെറമാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കിതാണ് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം. സോ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് കുട ചൂടി നടക്കാനോ കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഷോള് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കയ്യിലിട്ടിട്ട് നടക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്യാപ്പ് യൂസ് ചെയ്യാം ഡയറക്റ്റ്.
ഹെയറിലോട്ട് വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വെയിലത്തിറങ്ങിക്കോളൂ, കുഴപ്പമില്ല. ഓക്കെ, അതാണ് എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. അതാണ് ഞാൻ കുറേ ടിപ്സ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓവറോൾ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സീരീസ് ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്കത് കൂടുതൽ കൂടുതൽ നമ്മുടെ ഹെയർ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ മനസ്സിലാവുമല്ലോ. അതുപോലെ ഹെയർ മാസ്കുകളുടെ DIYs ഒക്കെ ഞാൻ കൂടുതൽ ഇനിയും കൊണ്ടുവരാം നമ്മുടെ ചാനലിൽ. അതുപോലെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് നയന എന്നാണ്. ഞാൻ ഈ ഒരു ചാനലിൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വ്ളോഗ്സ്, ഡെയിലി ലൈഫിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, അതുപോലെ എന്താ പറയുക, നമ്മൾ ഈ ഒരു ചാനൽ ഞാൻ പുതിയതായിട്ട് കൊണ്ടുവരാൻ നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ജൂലൈ മന്ത് ആയിട്ടുണ്ട്. നമുക്കിനി 2025 ഡിസംബർ വരെ ഒരു ലോങ് ടൈം തന്നെ കിടപ്പുണ്ട്. അതായത് ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസമുണ്ട്. ഈ ഒരു 5 മാസത്തെ വെയിറ്റ് ലോസ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം എൻ്റെ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കൂടുതൽ ഞാൻ ഇടാനായിട്ട് ട്രൈ ചെയ്യാം. സോറി, പനിയായതുകൊണ്ട് ചെറിയൊരു കരയുണ്ട്, അത് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് വെയിറ്റ് ലോസിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിനും എസ്പെഷ്യലി PCOD എന്തായാലും ഉണ്ടാവും. PCOD റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കും PCOD ഉണ്ട്. സോ ഞാൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കുറയ്ക്കാൻ വേണ്ടിയെന്ന് വെച്ചാൽ എനിക്കത് നോർമലാണ്, ഞാൻ കുറച്ചും കൂടെ എനിക്ക് വെയിറ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത്, ഞാൻ എൻ്റെ ഫോട്ടോ എവിടെയെങ്കിലും ഞാൻ കൊടുത്തിരിക്കുക, ഞാൻ നേരത്തെ എങ്ങനെ ഇരുന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ചേഞ്ച് എനിക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പം എനിക്ക് ആ ഒരു രീതിക്ക് എനിക്ക് ആവണം. സോ നമുക്ക് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കമൻറ്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോസിലൂടെ കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് അറിയിക്കാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.